على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم صل ബഹുമാന്യരായ മുഅ്മിനീൻ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യേണ്ട പ്രധാന ചില സന്ദേശങ്ങൾ അവിടുത്തെ കുടുംബ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കാനുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് കുടുംബ ജീവിതങ്ങളിൽ സ്വസ്ഥതകൾ നഷ്ടപ്പെട്ട് അസ്വസ്ഥത ബാക്കിയാവുകയും സമാധാനം നഷ്ടപ്പെട്ട് ത്വലാഖിൽ കലാശിക്കുകയും ചെയ്യുന്നൊരു കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം മാതൃകയാക്കുകയും അവിടുന്ന് കുടുംബജീവിതം നയിച്ചതുപോലെ നയിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ എല്ലാ കുടുംബജീവിതവും മനോഹരമായിരിക്കും. ഇന്ന് എത്രമേൽ തന്നെ മോഡേണാണെന്ന് പറയുന്ന ആളുകളുടെ കുടുംബജീവിതത്തെക്കാളേറെ കുടുംബജീവിതത്തിന്റെ ആധുനിക രൂപഭാവങ്ങളെക്കാളേറെ മനോഹരമായ സ്നേഹം നിറഞ്ഞതെന്ന കളിയും തമാശയും എല്ലാം ഒത്തിണങ്ങിയ കുടുംബജീവിതം ലോകത്തിന് കാണിച്ചു കൊടുത്തത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് പഠിപ്പിക്കുകയും ചെയ്തു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഇണയോട് ഏറ്റവും നന്നായി ഇടപെടുന്ന ആളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ഇടപഴകുന്ന ആളാണ്. നമ്മളൊക്കെ ഇന്ന് എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ഇണകളെ ഏതർത്ഥത്തിലാണ് പരിഗണിക്കാറുള്ളത് എന്ന് സ്വന്തമായി ആലോചിച്ചാൽ മതി. ഇസ്ലാമിൽ ഇണ എന്നുള്ളതിൽ ഉപയോഗിച്ച പ്രയോഗം തന്നെ സൗജി സൗജത്തി എന്നാണ്. ഇണ, തുണ, നല്ല പാതി എന്നുള്ള മനോഹരമായ ഭാഷ ഇസ്ലാമിൻ്റെതാണ്. നമ്മളൊക്കെ പൊതുവെ പറഞ്ഞു വരുന്ന ഭർത്താവ് ഭാര്യ എന്നുള്ളത് സംസ്കൃതമാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി ഭരിക്കേണ്ടവനെന്നും ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി പ്രജ എന്നുമാണ് അർത്ഥം. ഇസ്ലാമിൽ ഒരാൾ അധികാരിയും മറ്റൊരാൾ പ്രജയുമല്ല, ഇസ്ലാമിൽ ഇണയും തുണയുമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പോലും പറഞ്ഞത്, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിന, നിങ്ങൾ ഒരിക്കലും ഒരു മുഅ്മിനായ ആണും മുഅ്മിനത്തായ പെണ്ണിനെ ഇണതുണയെ പുരുഷന സ്ത്രീയെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം വരാൻ പാടില്ല. നിങ്ങൾ അവനെ പിന്നിൽ ഇങ്ങനെ ചൊറിഞ്ഞു നടന്ന് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇൻ കരിഹ മിൻഹാ ഖുറുഖൻ റുദിയ മിൻഹാ ആഖർ, ചില സ്വഭാവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോയേക്കും, അത് സ്വാഭാവികമാണ്. നമ്മുടെ എല്ലാ സ്വഭാവവും നമ്മുടെ ഭാര്യയ്ക്ക് ഇഷ്ടമാവണമെന്നില്ല, അവരുടെ എല്ലാ സ്വഭാവത്തെയും നമുക്കും ഇഷ്ടമാവണമെന്നില്ല. അത് മനുഷ്യന്റെ പ്രകൃതമാണ്. ചിലത് ഇഷ്ടപ്പെടാതെ പോയാലും ഇഷ്ടപ്പെടാവുന്ന നല്ലതുണ്ടാകുമല്ലോ, അതിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്ന് എല്ലാ സംവിധാനങ്ങളുമുള്ള കാലത്ത് ജീവിക്കുന്ന സമയത്തും സ്വന്തം ഇണയോട് സംസാരിക്കാനും ഇടപഴകാനും എത്രമാത്രം സമയം മാറ്റിവെക്കാറുണ്ട് എന്ന് സ്വന്തമായി ആലോചിച്ച് നോക്ക്. ലോകത്തെ ഏറ്റവും അധികം തിരക്കുള്ള മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല. ഒരുപാട് കാര്യം ഒരേ സമയം കൈകാര്യം ചെയ്തവർ. പക്ഷെ അവിടുന്ന് 4ഉം 5ഉം തവണയൊക്കെ ഓരോ ദിവസവും ഇണയോട് സംസാരിക്കാനുള്ള സമയം മാറ്റിവെച്ചിരുന്നു. ആയിഷ ബീവിയെ കുറിച്ച് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഇദാ കാന ബില്ലൈലി സാറ മഅ ആയിഷത യതഹദ്ദസു, രാത്രിയായാൽ ഇണയുടെ കൈ പിടിച്ച് ഇങ്ങനെ കഥ പറഞ്ഞ് നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹദീസുകളിൽ കാണാൻ കഴിയും. തഹജ്ജുദിന്റെ സമയമായാൽ ഇണ ഉണർന്നിട്ടുണ്ടോ എന്ന് നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഹജ്ജുദ് കഴിഞ്ഞാൽ ദുആഇന് ഏറ്റവും ഉത്തരമുള്ള സമയം, ഇബാദത്തുകൾക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ള സമയം, ഇണ ഉണർന്നിരിക്കുകയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇണയോട് കഥ പറഞ്ഞ് സുബഹി വരെ സമയം ചെലവഴിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. ഭാര്യയോട് സംസാരിച്ചിരിക്കുക എന്നുള്ളതിന് ദീൻ കാണുന്നത് ഇബാദത്തായിട്ടാണ്. നിങ്ങൾ ദിക്ർ ചൊല്ലുന്നത് പോലെ, നിങ്ങൾ ഖുർആൻ ഓതുന്നത് പോലെ, നിങ്ങൾ ഖൈറുകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഇബാദത്താണ് സ്വന്തം ഇണയോട് സംസാരിക്കാൻ സമയം മാറ്റിവെക്കുക എന്നത്. പ്രത്യേകിച്ചും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം ശ്രവണ ആസ്വാദനമാണ്. എല്ലാ ദിവസവും നിങ്ങൾ അവൾക്ക് 10,000 രൂപ നൽകുന്നതിനേക്കാളേറെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യം നിങ്ങളുടെ സാന്നിധ്യവും സംസാരവുമാണ്. ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ചില പുരുഷന്മാർ ചോദിക്കാറുണ്ട്, അവൾക്ക് എന്തിന്റെ കുറവാ, എല്ലാ സൗകര്യവും ഞാൻ ചെയ്യുന്നില്ല എന്ന്. സൗകര്യങ്ങളൊക്കെ ചെയ്യണം, അത് സ്വാഭാവികമായി കുടുംബജീവിതത്തിലെ ബാധ്യതയാണെങ്കിലും അതുപോലെ നമ്മുടെ ബാധ്യതയാണ് അവൾക്ക് സമയവും സംസാരിക്കാനുള്ള സാഹചര്യവും ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. കുറെ അവളെ കേൾക്കണം, കുറെ അവളോട് പറയണം, അന്നേരമേ കുടുംബജീവിതം സന്തോഷത്തിൽ മുന്നോട്ട് പോകൂ. മൊബൈൽ സംവിധാനം ഉണ്ടായിട്ട് പോലും എന്താ കുറെ വിളിക്കാൻ, എന്താ കുറെ പറയാൻ എന്ന് ആലോചിക്കുന്ന കാലത്തേക്ക് നമ്മൾ എത്തി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഹദീസുകൾക്ക് നോക്കിയാൽ ബോധ്യമാകും, 4ഉം 5ഉം തവണയൊക്കെ ദിവസവും ഇണയോട് സംസാരിക്കാൻ സമയം മാറ്റി വെച്ചിരുന്നു. പലപ്പോഴും സംസാരിച്ചിരുന്നത് ചേർന്നിരുന്നും മടിയിൽ തലവെച്ചുമായിരുന്നു. നമ്മളിൽ നിന്ന് ഹബീബിന്റെ സ്നേഹം നിറഞ്ഞ കുടുംബജീവിതത്തിന്റെ മാതൃകകൾ വല്ലാതെ അകന്നു പോവുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ഹദീസിലില്ലേ, ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഏത് ഭക്ഷണവും ഇബാദത്താണെന്ന് പരിചയപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പ്രയോഗം ഹത്താ മാ തളഅ ഫീ ഇംറാഅതിക എന്നാണ്. നീ നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരുള്ള ഭക്ഷണം, അതിന് പോലും നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലമുണ്ടെന്നാണ്. ഇങ്ങനെ പറയാമായിരുന്നല്ലോ, നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൽ പ്രതിഫലമുണ്ടെന്ന് പറയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രീതി കൂടി, ഒരു സ്നേഹത്തിന്റെ ഭാവം കൂടി ലോകത്തെ പരിചയപ്പെടുത്തുകയാണ്. ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭക്ഷണം കഴിച്ച വെള്ളം കുടിച്ച രീതിയെ മഹദിയായ ആയിഷ ബീവി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. യളഉഫാഹു ഫീ മൗദിഇ ഫിയ, ആയിഷ ബീവി പറഞ്ഞത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ വെള്ളം കുടിച്ചാൽ എവിടെയാണോ സ്വന്തം ഇണ ചുണ്ടുവെച്ചത് എന്ന് നോക്കും, അവിടെയേ റസൂൽ വെക്കൂ. തിരിച്ചും അങ്ങനെയാണ്. വല്ലാത്ത സ്നേഹത്തിന്റെ ഒരു മൂർധന്യ ഭാവം ലോകത്തിന് പരിചയപ്പെടുത്തുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി പറഞ്ഞല്ലോ, ഞങ്ങൾ കുളിക്കുന്നത് പോലും ഒന്നിച്ച സംസാരിച്ചിരിക്കാൻ അവർക്ക് സമയമുണ്ടായിരുന്നു. റസൂലുള്ളാഹിനെ പോലെ തിരക്കൊന്നും നമുക്കില്ലല്ലോ. പക്ഷേ കുറച്ചങ്ങ് കഴിയുമ്പോൾ കുടുംബജീവിതത്തിന്റെ ആദ്യത്തിലും കുടുംബജീവിതം തുടങ്ങുന്നതിന്റെ മുമ്പ് വളരെ വിശാലമായും സംസാരിക്കുന്ന പലരും ജീവിതം തുടങ്ങിയാൽ പിന്നെ സംസാരിക്കുന്നതിൽ, ഇടപെടുന്നതിൽ, ഇടപഴകുന്നതിൽ വല്ലാതെ അലസത കാണിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കണ്ടുവരാറുണ്ട്. കുടുംബജീവിതത്തിൽ സൂക്ഷിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇണക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് ദീൻ നമ്മോട് പറഞ്ഞ നിർദ്ദേശമാണ്. ഇണക്ക് വേണ്ടി ഒരുങ്ങുക. നമ്മളിങ്ങനെ ഏറ്റവും വില കുറഞ്ഞ വസ്ത്രമാണ് വീടിന് വേണ്ടി വാങ്ങുക. നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന വസ്ത്രങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വില കുറഞ്ഞത് എന്തിനാ? നമ്മളും കൂടെ കിടന്നുറങ്ങാനാ. അഥവാ അവരുടെ ഒരു ഭംഗിയും നമ്മൾ കാണേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മൾ തന്നെ മാറുകയാണ്. എന്നാൽ അവൾക്ക് കല്യാണത്തിന് പോകാൻ നല്ല ഡ്രസ്സാണ്, അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ 4000-ഉം 5000-ഉം രൂപ കൊടുത്ത് നല്ല മനോഹരമായ വസ്ത്രം വാങ്ങും. നാട്ടുകാർക്ക് കാണാൻ നല്ല ഉഷാറായി ഒരുക്കി തയ്യാറാക്കുന്ന അതേ ആളുകൾ അവനവനെ കാണാൻ 250 രൂപക്ക് 4 മാക്സി ആരെങ്കിലും വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് വീട്ടുകാരെ കാണാൻ വേണ്ടി വാങ്ങി വെക്കുന്നതാണ്. എന്നാൽ അറിയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇണകളും ഏറ്റവും നന്നായി ഒരുങ്ങിയിരുന്ന സ്ഥലം വീടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കറിയാലോ, എല്ലാ മേഖലയും കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്ന് സുറുമ എഴുതി നന്നായി ഒരുങ്ങി പോകുന്ന സ്ഥലം ഇണയുടെ കൂടെ ഉറങ്ങാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോടൊന്നിച്ച് ചെലവഴിക്കുന്ന സമയം താടിയും മുടിയൊക്കെ നന്നായി വളർന്നു വെച്ച് സുഗന്ധമൊക്കെ ഉപയോഗിച്ച് സുറുമയൊക്കെ എഴുതി നന്നായി ഒരുങ്ങി തയ്യാറായാണ് പോയിരുന്നത്. തിരിച്ചും അങ്ങനെയായിരുന്നു. അതുകൊണ്ടല്ലേ വിവാഹത്തിന്റെ മുമ്പേ മൈലാഞ്ചി കറാഹത്തായ പെണ്ണിന് വിവാഹത്തിന് ശേഷം അത് അനുവദനീയമായത് എന്തുകൊണ്ടാണ്?
വിവാഹത്തിന്റെ മുമ്പേ കറാഹത്തും ഹറാമുമായ ചില കോസ്മെറ്റിക്കുകളൊക്കെ നിക്കാഹിന് ശേഷം പെണ്ണിന് ഹലാലായത് എന്തുകൊണ്ടാണ്? ഈ ജീവിതത്തിന്റെ സന്തോഷം നിലനിൽക്കുക എന്നുള്ളത് അനിവാര്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോലും പറഞ്ഞു, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാര മധ്യേ തമാശയിൽ ഒരു കളവ് വന്നു പോയാൽ അത് കളവായി പോലും പരിഗണിക്കൂല എന്നാണ്. ആ സംസാരം അത്രമേൽ പ്രാധാന്യമാണ്. ഭാര്യയും ഭർത്താവും കഥ പറഞ്ഞിരിക്കണം, അവർ തമാശ പറയണം. ഏതുവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, കുല്ലു ഷൈഇൻ ലൈസ മിൻ ദിക്രില്ലാഹി ലഹുവൻ വലഇബൻ ഇല്ലാ റബഅ. പൊതുവെ ദിക്റില്ലാത്തതൊക്കെ കളിതമാശയാണ്. പക്ഷെ 4 കാര്യം അതിൽ പെടൂല. അഥവാ 4 ദിക്റിനെ പോലെയാ കൂട്ടേണ്ടത്. അതിൽ ഒന്നാമത് പറഞ്ഞത് ഇണയും തുണയും കളിച്ചുകൊണ്ടിരിക്കലാണ്. ഒരു ഭാര്യയും ഭർത്താവും വീട്ടിൽ തമാശ പറഞ്ഞിരിക്കുക, കളിച്ചുകൊണ്ടിരിക്കുക, അവര് കഥ പറയാ, അവരിടപഴകുക, അവര് യാത്ര ചെയ്യുക. ഇതിനെയൊക്കെ ഇസ്ലാം ഇബാദത്തായി സൽക്കർമ്മമായി ദിക്റിനെ പോലെ ആഖിറത്തിൽ പ്രതിഫലമുള്ള അമലായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് പോലും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധം പോലും പ്രതിഫലമുള്ള അമലാണെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹാനന്തര ജീവിതം ഇസ്ലാം എത്രമേൽ വലിയ പ്രാധാന്യത്തോടെയാണ് കണ്ടത്. ഇന്നിങ്ങനെ വിവാഹങ്ങളെ വല്ലാതെ വൈകിപ്പിക്കുന്ന ഒരു കാലമാണ്. ആണും വൈകിപ്പിക്കുന്നു, പെണ്ണും വൈകിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എല്ലാ നിക്കാഹിന്റെ ഹുക്മയിലും നാം കേൾക്കും, മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹറദ സുൽഫൈ ദീനി. ദീനിന്റെ 3-2 നിക്കാഹിനകത്താണ്. വിവാഹം കഴിഞ്ഞവരാൽ ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ അത് ഇബാദത്താണ്. അവരൊന്ന് സംസാരിച്ചാൽ ഇബാദത്താണ്. അവര് കൈ പിടിച്ചാൽ തസാഖതത മിൻ ഖിലാലി അസാബിഹിമാ ദുനൂബുഹുമാ. 2 പേരുടെ കരങ്ങൾക്കിടയിൽ നിന്നും പാപങ്ങൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുമെന്നാണ്. അത്രമേൽ വലിയ ബന്ധമാണത്. തസ്ബീഹ് മാല പിടിക്കുന്ന പോലെ പുണ്യമാണ് ഇണയുടെ കൈയൊന്ന് പിടിക്കുക എന്നുള്ളത്. ഖൈറിലേക്ക് നോക്കുന്നത് പോലെ പുണ്യമാണ് ഇണയുടെ മുഖത്തേക്കൊന്ന് നോക്കുക എന്നുള്ളത്. ഈ വലിയ ബന്ധത്തെ ഈ പവിത്രതയോടുകൂടെ തുടങ്ങാനോ പവിത്രതയോടുകൂടെ നിലനിർത്താനോ പലരും ശ്രമിക്കാറില്ല. ഇന്നത് എന്തുകൊണ്ടോ ആഭാസങ്ങളായി മാറാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപൂർവം ചില കാര്യങ്ങളെയാണ് ഇതെന്റെ നിക്കാഹാണ്, ഇത് എന്റെ സുന്നത്താണ് എന്ന് പ്രത്യേകം എണ്ണി പറഞ്ഞത്. സുന്നത്തുകൾ ഒരുപാടുണ്ട്, പക്ഷെ ഇതെന്റെ സുന്നത്താണ് എന്ന് പ്രത്യേകം എണ്ണി പറഞ്ഞത് അപൂർവം കാര്യങ്ങളാണ്. അതിലൊന്ന് അൻ-നികാഹു മിൻ സുന്നത്തി, നിക്കാഹ് എന്റെ പ്രത്യേകം സുന്നത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് കുടുംബ ജീവിതത്തിന്റെ പ്രവാചക മാതൃകയാവണം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത്. അവിടുന്ന് എല്ലാ ദിവസവും സമയം മാറ്റിവെച്ചു എന്ന് മാത്രമല്ല, ഞാൻ അവസാനിപ്പിക്കാം, അവിടുത്തെ വഫാത്തിന് പോലും അവിടുന്ന് തെരഞ്ഞെടുത്ത സ്ഥലമേതാ? മദീന മുനവ്വറയിൽ ഒരുപാട് മഹോന്നതമായ സ്ഥലങ്ങളുണ്ടല്ലോ. അവിടുന്ന് തെരഞ്ഞെടുത്ത സ്ഥലം ഇണയുടെ മടിയാണ്. ഇണയുടെ മടിയിൽ കിടന്ന വഫാത്താകുന്നത്. ആയിഷ ബീവി അഭിമാനത്തോടെ പറയും, എന്റെ മടിയിൽ കിടന്ന എന്റെ റസൂൽ വഫാത്തായതെന്ന്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലേക്ക് ചേർന്ന വെള്ളം ആയിഷ ബീവിയുടെ ഉമ്മനീരാണ്. ആയിഷ ബീവിയുടെ ഉമ്മനീരാണ്. അവസാനം ഇങ്ങനെ ബ്രഷ് ചെയ്യാൻ കൊതിയായപ്പോ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കയറി വന്ന സമയം അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കീശയിലുള്ള അറാക്കിലേക്ക് നബി തങ്ങൾ ഇങ്ങനെ സൂചന നൽകിയപ്പോ ആ അറാക്ക് കുറച്ച് സ്ട്രോങ് ആണ്. അത് ആയിഷ ബീവി കടിച്ച് ശരിയാക്കി ആയിഷ ബീവിയുടെ ഉമ്മനീര് കലർന്ന ആ അറാക്ക് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബ്രഷ് ചെയ്യുന്നത്. പിന്നെ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അവസാന സമയം പോലും എങ്ങനെ ഇണയെ പരിഗണിക്കണമെന്ന് ലോകത്തെ പരിചയപ്പെടുത്തി. അവിടെ ഇങ്ങനെ പലതവണ പറഞ്ഞു, സ്ത്രീകളോട് ഏറ്റവും മാന്യമായി നിങ്ങൾ ഇടപെടണം, ഇടപഴകണം, അവരുടെ വിഷയം വളരെ ഡീസന്റ് ആയി കൈകാര്യം ചെയ്യണം എന്നിങ്ങനെ പല പ്രധാന പ്രഭാഷണങ്ങളിലും ലോകത്തെ ഓർമ്മപ്പെടുത്തുകയും വഫാത്തിന്റെ സമയത്തും ഭാര്യമാരുടെ കാര്യം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാണ് വഫാത്തായി പോയത്. അവിടുന്ന് ഒരാളെയും മടിച്ചിട്ടില്ല, അവിടുന്ന് ഒരു ഭാര്യയുടെ ശരീരത്തിൽ കൈവച്ചിട്ടില്ല, ഒരു ഭാര്യയെയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, ഒരു ഭാര്യയെയും ചീത്ത വിളിച്ചിട്ടില്ല. പക്ഷെ നമ്മളോ സ്വന്തം ഇണയുടെ ശരീരത്തിൽ കൈവെക്കണമെന്ന് എപ്പോഴോ തോന്നിപ്പോകുന്നുവെങ്കിൽ അപ്പോൾ ഓർമ്മ വരണം, ഒരിക്കൽ പോലും ഇണയുടെ ശരീരത്തിൽ കൈവച്ചിട്ടില്ലാത്ത, ഒരാളെപ്പോലും വേദനിപ്പിച്ചിട്ടില്ലാത്ത, ഒരാളെപ്പോലും അടിച്ചിട്ടില്ലാത്ത സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ
നമ്മൾ ഒരിക്കലും ഇണയുടെ ശരീരത്തിൽ കൈവച്ചു പോകരുത്, ഒരിക്കൽ പോലും അവരെ വേദനിപ്പിച്ചു പോകരുത്, ഒരിക്കൽ പോലും ചീത്ത പറയൽ പരിഹാരമാണെന്ന് തോന്നരുത്. ഏറ്റവും നല്ല സ്വഭാവം പുരുഷൻ കാണിക്കേണ്ട സ്ഥലം വീടാണ്. അനുസരണ ഭാര്യയിലും ഏറ്റവും നല്ല സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഭാവം പുരുഷനിലും ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബ ജീവിതം മനോഹരമായിരിക്കും. നല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റുന്ന യഥാർത്ഥ കുടുംബ ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദുനിയാവിൽ അല്ലാഹു നൽകിയ ഇണകളോടൊപ്പം സ്വർഗ്ഗത്തിലും ഒരുമിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇണകളില്ലാത്തവർക്ക് അല്ലാഹു തആല നല്ല ഇണകളെ നൽകട്ടെ. ഉള്ള ഇണകളിലും സന്താനങ്ങളിലും മഹലുകാരിലും കുടുംബത്തിലും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന മക്കളുടെ മാതാപിതാക്കളാവാൻ അല്ലാഹു നമുക്കൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ.